സ്കൂൾ കെട്ടിടത്തിനും വിദ്യാർത്ഥികൾക്കും ഭീഷണിയായി നിന്ന മരം വെട്ടിമാറ്റിയ അധ്യാപകൻ. കാസർഗോഡ് ഗവൺമെൻറ് UP സ്കൂൾ അധ്യാപകൻ രഞ്ജിത്ത് AS പെർളയാണ് ഞായറാഴ്ച സ്കൂളിലെത്തി മരം മുറിച്ചു മാറ്റിയത്. സ്കൂൾ കെട്ടിടത്തിന് ഭീഷണിയായി ഒരു മരം നിൽക്കുന്നു. അധ്യാപകനായ രഞ്ജിത്തിനത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല. മരം മുറിച്ചു മാറ്റണമെങ്കിൽ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും വലിയ കൂലി നൽകേണ്ടി വരും. അപ്പോൾ അധ്യാപകൻ തന്നെ അവധി ദിനത്തിൽ ആ മരം മുറിച്ചു മാറ്റാൻ നേരിട്ട് എത്തുകയാണ്. കാസർഗോഡ് ഗവൺമെൻറ് UP സ്കൂളിലെ അധ്യാപകൻ രഞ്ജിത്താണ് വളരെ മാതൃകാപരമായ രീതിയിൽ അവധി ദിനത്തിൽ ഞായറാഴ്ച സ്കൂളിലെത്തി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത്. ഏതായാലും അധ്യാപകൻ ഏത് സാഹചര്യത്തിലാണ് അത് ചെയ്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് AS ആണ്. UP സ്കൂൾ കാസർഗോഡിലെ അധ്യാപകനാണ്. നമ്മുടെ സ്കൂൾ കെട്ടിടത്തിൻ്റെ ബാക്ക് ഭാഗം ഇടിഞ്ഞു വീഴുകയും അത് നമ്മൾ PTA കാറും അതുപോലെ തന്നെ നമ്മുടെ HM നിർദ്ദേശം പ്രകാരം ഫയർഫോഴ്സ് നിർദ്ദേശം പ്രകാരം ആ ഭാഗം വെട്ടി മാറ്റുകയും അവിടെയുള്ള കാടുകളൊക്കെ കൊത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഒരു മരം അവിടെ ഉണ്ടായിരുന്നു. അത് ശരിക്കും നമ്മളെ ഒരു ഓടിട്ട ബിൽഡിങ്ങിൻ്റെ മുകളിലായിരുന്നു. അത് വീഴുന്ന സാഹചര്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ അധികമൊന്നും പറഞ്ഞില്ല. ഞാൻ മാറ്റിക്കോളാം, HMോട് പറഞ്ഞ് അത് മുറിച്ച് മാറ്റുകയും ചെയ്തു. മാഷ് മരം മുറിച്ചു മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. മാഷ് മുമ്പ് ഇത്തരം ജോലികൾ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ പണിക്കൊക്കെ പോകാണ്ട് പണി ചെയ്തിട്ടുണ്ട്. നമ്മളെ ഒരു തറവാടുണ്ട്, ആ ഭാഗമായിട്ട് നമ്മളെ കുറേ എൻ്റെ പോലത്തെ ആൾക്കാരുണ്ട്. ഒക്കെ നമ്മളെ പണിയൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മളൊക്കെ ഒന്നിച്ച് കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വലിയ പ്രശ്നമായിട്ട് കണ്ടിട്ടാണ് ഞാൻ ഇത് മുറിച്ച് മാറ്റുകയും ചെയ്തു. ഇത് പുറത്തുനിന്ന് ആളുകൾ വിളിക്കണമെങ്കിൽ കൂടുതൽ പൈസയൊക്കെ കൊടുക്കണം, അത് അല്ലേ? എന്തായാലും PTA ഇതുവരെ നല്ലൊരു ചിലവ് ഇവിടെ ചെയ്തിട്ടുണ്ട്. കാട് മാറ്റുക മാത്രമല്ലാതെ JCB കൊണ്ട് മൊത്തം ആ ഒരു വാള് ഇടിഞ്ഞു വീണ വാളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു തുക അവിടെ ആയി. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി വെറുതെ PTAയുടെ പൈസ കളയേണ്ട, നമുക്ക് അറിയുന്ന പണിയാണ്, നമുക്ക് സമയമുണ്ട്, ഞായറാഴ്ച വന്ന് അത് മുറിച്ചു മാറ്റിയാണ്. സ്കൂളിന് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായം. അതെ, സ്കൂളിന് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സഹായം. അത് ഒരു ചെറുതായാലും വലുതായാലും അത് ഞാൻ അങ്ങനെ കണ്ടിട്ടു, അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി. അത്രേ ഉള്ളൂ. മാഷ് മുമ്പ് സ്കൂളിൽ ഇങ്ങനെ ഇത്തരം ജോലികൾ ചെയ്യാറുണ്ടോ ഈ അധ്യാപനത്തിന് അപ്പുറത്ത്? ചെയ്യാറുണ്ട്. അങ്ങനെ എന്ന് പറയുമ്പോൾ മരം ഇതിൻ്റെ ബാക്കിൽ തന്നെ 2019 കുറേ മരങ്ങളുടെ മുകളിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ തന്നെയാണ് കയറി മുറിച്ച് മാറ്റിയത്. ഇതിനേക്കാളും വലിയ മരങ്ങളായിരുന്നു. അതിനൊക്കെ ഓർഡറൊന്നുമില്ല. ആ സമയത്തൊക്കെ നമ്മൾ അതിൻ്റെ ശിഖരങ്ങളൊക്കെ മാറ്റിയതായിരുന്നു. അപ്പോൾ ഇത്തരം പ്രവൃത്തി തുടരും? തുടരും. നമുക്ക് കഴിയുന്ന സമയത്ത് നമ്മളെ കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള എന്തുണ്ടെങ്കിലും നമ്മൾ സ്കൂളിലേക്ക് വേണ്ടി ചെയ്യും. അത് നമ്മൾ അന്നമല്ലേ, അതിപ്പോൾ ആ ഒരു രീതിയിലേ പോകും. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മളെ കുട്ടികളെ സുരക്ഷത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ചെയ്യുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇതിൻ്റെ അപ്പുറമൊന്നുമില്ല. ഏതായാലും അധ്യാപകൻ രഞ്ജിത്ത് വളരെ മാതൃകാപരമായ ഒരു ഇടപെടലാണ് നടത്തിയത്. കാരണം അവധി ദിവസം ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ടാകും, അതെല്ലാം മാറ്റി നിർത്തി സ്കൂളിലെത്തി മരം ഇവിടെ നിന്ന് അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയും ഇത്തരം പ്രവൃത്തി തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.